തുടർന്നുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ഫീ തിസ്ഇ ആയാത്തിൻ ഇലാ ഫിർഔന വഖൗമിഹി, ഇത് ഫിർഔനിലേക്കും അവന്റെ ജനതയിലേക്കും അള്ളാഹു മൂസാ അലൈഹിസ്സലാമിനെ അയച്ചതിന്റെ ശേഷമുണ്ടായ 9 ദൃഷ്ടാന്തങ്ങളിൽ ചിലതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഫിർഔൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. ഫിർഔൻ, അതുപോലെ തന്നെ കിസ്റ, അതുപോലെ തന്നെ കൈസർ, കിസ്റ ചക്രവർത്തി, കൈസർ ചക്രവർത്തി, ഇതൊന്നും ഒരു വ്യക്തിയുടെ പേരല്ല. ഇതൊക്കെ എന്താണ്, ഒരു രാജകുടുംബത്തിന്റെ പേരാണ്. ഒരു രാജകുടുംബത്തിന് മൊത്തം പറയുന്ന ഒരു സ്ഥാനപ്പേരാണെന്ത്? ഫറവോന്മാർ, ഫറോവമാർ. അതിൽ റാംസീസ് രണ്ടാമനാണ് മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായതെന്ന് പറയപ്പെടുന്നു. റാംസീസ് രണ്ടാമൻ. ഓരോരുത്തർക്കും ഓരോ പേരുണ്ടാവുക. ഇതിപ്പോ ഓരോ സ്ഥാനത്തിനുള്ള പേരാണ്. അപ്പൊ ഫിർഔൻ, ഫറോവമാര്. അതുപോലെ തന്നെ ഇപ്പൊ ഈജിപ്ത് ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരികളുടെ കുടുംബപ്പേരാണെന്ത്? ഫറവോൻ, ഫറോവമാര്. അതേപോലെ തന്നെ പേർഷ്യ ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരികളായിരുന്നു കിസ്റ ചക്രവർത്തിമാര്. റോം ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരികളുടെ ഫാമിലി നെയിമായിരുന്നു എന്ത്? കൈസർ ചക്രവർത്തിമാര്. അതൊന്നും ഒരു വ്യക്തികളുടെ പേരല്ല. പ്രത്യേകമായിട്ട് ആ രാജാവിനെ സൂചിപ്പിക്കുക പേര് വേറുണ്ടാവും. അത് അവരുടെ ആ രാജ പേരിനുള്ള പ്രത്യേകമായ പേരുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഏതോ ആവട്ടെ, ഇവിടെ ഫറോവന്റെയും അവന്റെ ജനതയുടെയും അടുക്കലേക്ക് അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ അയച്ചിരുന്നു. ആ 9 ദൃഷ്ടാന്തങ്ങൾ മൂസാ അലൈഹിസ്സലാമിലൂടെ പ്രകടമായ 9 ദൃഷ്ടാന്തങ്ങളിൽ 2 ഇത്. അപ്പൊ ബാക്കി 7 ഉണ്ടല്ലോ. ബാക്കി 7 കൂടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് സൂറത്തുൽ അറാഫിലെ നോട്ട് ചെയ്യുന്നതാണ്. സൂറത്തുൽ അറാഫിലെ 133 ആയത്തിൽ, സൂറത്തുൽ അറാഫ് 133 ആയത്തിൽ, അതുപോലെ തന്നെ സൂറത്തുൽ അറാഫിലെ 130 ആയത്തിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. 130 വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീന വനഖ്സിം മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ. അവിടെ 2 പറഞ്ഞത്. വലഖദ് അഖദ്നാ ആല ഫിർഔന, ഫറോവയുടെ കുടുംബത്തെ, ഫിർഔനെയും അവന്റെ ആളുകളെയും നാം പിടികൂടി. ബിസ്സിനീന, സിനീന എന്ന് പറഞ്ഞാൽ കാലവിപത്തുകളെ കൊണ്ട്, ക്ഷാമം, കടുത്ത വരൾച്ച, അതായിരുന്നു ഒരു അത്ഭുതം അവരിൽ സംഭവിച്ചത്. കടുത്ത വരൾച്ചയുണ്ടായി അവർക്കൊരു പരീക്ഷണം എന്ന നിലക്ക് സിനീൻ. പിന്നെ വനഖ്സിം മിനസ് സമറാത്തി, കായ്കനികളുടെ കമ്മി, ഭക്ഷ്യക്ഷാമമുണ്ടായി. വനഖ്സിം മിനസ് സമറാത്ത് ലഅല്ലഹും യദ്ദക്കറൂൻ, അവരൊന്ന് ചിന്തിക്കുന്നവരായേക്കാൻ വേണ്ടി. അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. അത് എല്ലാ വിഭാഗത്തിനും അല്ലാഹു തആല ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുന്നത്. ചിന്തിക്കുന്നവർ ചിന്തിച്ചു മാറും, അല്ലാത്തവൻ പിന്നെയും അവന്റെ ധിക്കാരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇത്രയുള്ള വ്യത്യാസം. ഇതങ്ങനെ പറഞ്ഞു. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 133 ആയത്തിൽ ബാക്കി പറയാണ്. فأرسلنا عليهم الطوفان والجراد والقمل والضفادع والدم آيات مفصلات فاستكبروا وكانوا قوما مجرمين. അപ്പോൾ ഇവിടെ പറഞ്ഞ 2 130 2 പറഞ്ഞു. ഇനി 5 ഇതിൽ പറയാൻ പോവുകയാണ്. ഫഅർസൽനാ അലൈഹിം, അങ്ങനെ അവരുടെ മേൽ നാം അയക്കുകയുണ്ടായി. അത്തൂഫാന, പ്രളയമുണ്ടായി. തൂഫാൻ, പ്രളയം. വൽ ജറാദ, വെട്ടുകിളി ശല്യം. എവിടെ നോക്കിയാലും വെട്ടുകിളി ശല്യം, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രയാസങ്ങളായി. വൽ ഖുമ്മല, പേൻ ശല്യം, പേനും ചെള്ളുമൊക്കെ, ഖുമ്മല്. വല്ലഫാദിഅ, തവളകൾ. എവിടെ നോക്കിയാലും തവള, വൃത്തികെട്ട വിധത്തിലുള്ള രൂപങ്ങളുള്ള തവളകൾ, അറപ്പും വെറുപ്പും എവിടെയും അവർക്ക് പ്രകടമാകുന്ന നിലക്ക് ലഫാദിഅകൾ, പാത്രത്തിൽ വരെ തുറന്നു നോക്കിയ തവള. വദ്ദമ, ബ്ലഡ്, രക്തം, എവിടെയും കുടിക്കുന്ന വെള്ളം എടുത്താൽ അതിൽ ബ്ലഡ്. അവരുടെ ഉപയോഗിക്കുന്ന അവരുടെ ബെഡിൽ, അതുപോലെ വസ്ത്രങ്ങളിൽ, അവരുടെ പാനീയങ്ങളിൽ, അവരുടെ ഭക്ഷണങ്ങളിൽ എവിടെയും ബ്ലഡ്, എല്ലാം ബ്ലഡ്മയം. അപ്പൊ 5 132 പറഞ്ഞ 5, 130 പറഞ്ഞ 2, ഇവിടെ പറഞ്ഞ 2, 5 2 7 2 9. നമ്മൾ മനഃപ്പാടമാക്കി വെക്കണം. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ഇസ്രായേലിലേക്ക് അയച്ചപ്പോൾ അവർക്ക് കൊടുത്ത 9 അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ ഏതൊക്കെ നമുക്ക് പറയാൻ സാധിക്കണം. ഇപ്പൊ ഈ 9 ദൃഷ്ടാന്തങ്ങൾ എവിടെയൊക്കെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. സൂറത്തുൽ അറാഫിലെ 130 132, ഇപ്പൊ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൻ നംലിലെ
ഈ രണ്ടായത്തുകളിൽ അത് മാത്രമല്ല, ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങൾ വേറെയും പറയുന്നു. എന്താ മറ്റേ ദൃഷ്ടാന്തങ്ങൾ അറാഫിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ പറയുന്നു.